പല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EFL കപ്പിന്റെ രണ്ടാമത്തെ സെമി ഫൈനൽ ലെഗിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ തേഴ്സ്ഡേ ആൻഫീൽഡിൽ വെച്ച് ലിവർപൂളും സ്പേഴ്സും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ആദ്യ ലെഗിൽ 1-0 ഒരു ചെറിയൊരു ലീഡ് സ്പേഴ്സിനുണ്ട്. പക്ഷേ 3 ഗോൾ പിറകിൽ പോയിട്ടും പലപ്പോഴും തിരിച്ചു വന്നിട്ടുള്ള ഒരു ചരിത്രം ആൻഫീൽഡിനുണ്ട്. അതുകൊണ്ട് തന്നെ 1-0 ലീഡൊന്നും അവിടെ ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ട് ടീമിന്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആൻഫീൽഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി ടീമിന്റെ പെർഫോമൻസിനെ ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും ഇമ്പാക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, മോ സലയുടെ ഫോം എടുത്തു പറയേണ്ടതുണ്ട്. 5 സീസൺ കണ്ടിന്യൂസ് ആയിട്ട് 20 ഗോളൊക്കെ നേടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഹാരി കെയ്നും അലൻ ഷെയറും ഒക്കെ ആ പട്ടികയിലുണ്ട്. പക്ഷേ പുള്ളി ശക്തമായിട്ട് ഓരോ സീസൺ കഴിയുന്തോറും കൺസിസ്റ്റന്റ് ആയിട്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സീസണാണ് മോ സലയുടെ സൈഡിൽ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് വളരെ വളരെ സോളിഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സബോസ്ലായും ഗ്രാവൻബെർച്ചൊക്കെ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മളെ നിലം തൊടിക്കാത്ത പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ 6-3 വലിയൊരു പരാജയമാണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ വാൻഡേക്ക് അടങ്ങുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഇൻഫോം ആയിട്ടുള്ള ഒരു ഡിഫൻസ് ലിവർപൂളിനുണ്ട്. ഇഞ്ചറി കൺസേൺസ് ഇല്ല എന്ന് പറയുന്നില്ല. അലക്സാണ്ടർ ആർണോൾഡിന് മൈനർ ഇഞ്ചറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങൾ ലിവർപൂളിനുണ്ട്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ലിവർപൂളിലുണ്ട്, അത് നമുക്കറിയാം. ഇപ്പൊ ഡാർവിൻ ന്യൂനേസിന്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ഇമ്പാക്ട് സബ് എന്ന രീതിയിൽ നല്ല വർക്ക് റേറ്റ് ഒക്കെ പുള്ളി കൊടുക്കുന്നുണ്ട്. പക്ഷേ കിട്ടിയ അവസരങ്ങൾ വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോ മുമ്പ് നടന്നിട്ടുള്ള ബ്രെൻഫോർഡിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ 2 ഗോളൊക്കെ അടിച്ച് ഒരു കിടിലൻ പെർഫോമൻസ് ന്യൂനേസിന്റെ സൈഡിൽ നമ്മൾ കണ്ടു. എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ ആ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ടോട്ടൻഹാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിഫൻസിലെ ഇഞ്ചുറീസ് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡ്രാഗസിന് ACL ഇഞ്ചുറി വന്ന് ഈ സീസൺ ഔട്ടായി പുറത്തു പോയിട്ടുണ്ട്. റൊമേറോയുടെ കാര്യം നമുക്കറിയില്ല. പുള്ളി ഈ അടുത്ത് തന്നെ തിരിച്ചു വരുന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷേ ലിവർപൂളിനെതിരെയുള്ള കളിയിൽ കളിക്കുന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വാൻഡവൻ ഒരു ലോങ് ഇഞ്ചുറി കഴിഞ്ഞ് ഇപ്പൊ ടീമിലേക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള 2 കാര്യം നമ്മുടെ പുതിയ 2 സൈനിങ്സ് തന്നെയാണ്. മാത്യു സ്റ്റെല്ലിനെ ബയൺ മ്യൂണിച്ചിൽ നിന്ന് ലോണിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തേഴ്സ്ഡേ കളിക്കുന്നാണ് പറയുന്നത്. ഈ വർക്ക് പെർമിറ്റിന്റെ കാര്യമൊക്കെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ബയന്റെ സൈഡിൽ നിന്ന് ഒബ്ജക്ഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഡയറക്റ്റ് ആയിട്ട് അടുത്ത മത്സരത്തിൽ ലിവർപൂളിനെതിരെ കളിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കെവിൻ ഡാൻസോ ഡിഫൻസിലേക്ക് വരും എന്ന് വിചാരിക്കുന്നു. RC ലെൻസിന്റെ പ്ലെയർ ആണ്. പുള്ളിയും ഒരു ഇൻഫോമിലുള്ള ഡിഫൻഡറാണ്. നമ്മുടെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വന്ന് ആ ഡിഫൻസ് ഒന്ന് സോളിഡ് ആക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു സ്പേഴ്സ് ഫാൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഫൈനലായിട്ട് തന്നെ ഈ മത്സരത്തിനെ ആൻജ് പോസ്റ്റോകോഗ്ലും ടീമും കണക്കാക്കണം എന്നാണ്. കാരണം ഈ മത്സരം എങ്ങാനും ജയിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 70% ഓഫ് ദി വർക്ക് ഈസ് ഡൺ. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഫൈനലിൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു ഗുഡ് പെർഫോമൻസ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഈ മത്സരത്തിൽ കാത്തിരിക്കുന്നത്. പക്ഷേ EPL കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിട്ടുള്ള ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ ഒന്നൊന്നായിട്ട് പറയേണ്ടതുണ്ട്. ഡിഫൻസ് ഓപ്പൺ ആണ്, ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നു, പാസിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കിൻസ്കി ഒരു പരിധി വരെ അത് കവർ ചെയ്യുന്ന പ്രതീക്ഷിക്കാം. പക്ഷേ ലിവർപൂളിന്റെ ഒഫൻസിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കെട്ടുന്നില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ഒഫൻസീവ് സ്ട്രാറ്റജി തന്നെയാണ് സ്ലോട്ട് ഈ കളിയിൽ കൊണ്ടുവരാൻ പോകുന്നത്.
ഇപ്പൊ ലൂയിസ് ഡിയാസ് ആയാലും ഇപ്പൊ ജോട്ട കളിക്കുമെന്ന് അറിയില്ല. അതുപോലുള്ള എല്ലാ പ്ലേയേഴ്സും നല്ല ഫോമിലാണ്, മിഡ്ഫീൽഡ് ഫോമിലാണ്, ഡിഫൻസിൽ കാര്യമായിട്ടുള്ള വീക്ക്നെസ് ഒന്നുമില്ല. അലിസൺ ബെക്കറുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു. അങ്ങനെ ഇൻ ഫോമിലുള്ള ഒരു ലിവർപൂൾ ടീമിനെതിരെയാണ് സ്പേഴ്സ് കളിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.